യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരു ഉപകരണം. 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 വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ആത്മാവിനെ കെടുക്കരുത്, പ്രവചനവരം തുച്ഛീകരിക്കരുത്. അവിടെ പറയുകയാണ്, 19-ാമത്തെ വാക്യത്തിൽ പറയാം ആത്മാവിനെ കെടുക്കരുത്, 20 പറയാം പ്രവചനം തുച്ഛീകരിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യാൻ പാടില്ല? കെടുത്തിക്കളയുവാൻ പാടില്ല. നമ്മളിൽ വന്ന പരിശുദ്ധാത്മാവ്, നാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി മാറി. നാം അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലായി. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പോയി കഴിയുമ്പം നിങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പഴയ നിയമ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് റൂഹാക്ക് എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ തേജസ് എന്നാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ആത്മാവ്, കാറ്റ്, ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ആയ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പം നമ്മൾ ചലനമുള്ളവരായി മാറും, ജീവനുള്ളവരായി മാറും, ദൈവവചനമനുസരിക്കുന്നവരായി തീരും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പരിശുദ്ധാത്മാവാണ് നമ്മൾ വീണ്ടെടുപ്പ് നാടിനായി, പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധാത്മാവാണ് നമ്മളെ വഴി നടത്തി നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് പറയാൻ പോലും ആർക്കും കഴിയത്തില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ കെടുത്തിക്കളയുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാൻ കഴിയുന്നത്? ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുത്താതിരിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതൊന്ന് ഇതാ പറയുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും
പ്രബോധിപ്പിക്കുകയും ചെയ്തവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു പള്ളിയിലോ നിങ്ങളൊരു സഭയിലോ പോകുമ്പോൾ അവിടെ ഒരു പാസ്റ്റർ ആയിക്കോട്ടെ, നിങ്ങളുടെ മേളിലാക്കി വെച്ചിരിക്കുന്ന ആരായിക്കോട്ടെ, അവരെ ദൈവം നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ അവരുടെ സ്ഥലം വിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കാതിരിക്കാം. അവർ അധ്വാനിച്ചത്, നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചത്, കർത്താവിൽ നിങ്ങൾക്ക് പ്രസംഗിച്ച് നിങ്ങളെ ഉപദേശിച്ച് നടത്തിയത്, പ്രബോധിപ്പിക്കുകയും ചെയ്തവരെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. കാര്യം കർത്താവാണ് അവരെ അയച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ മുമ്പിൽ അവരെ ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും അവരുടെ അരികിൽ ചെല്ലുമ്പോൾ സ്നേഹത്തോടുകൂടെ വേണം എന്ന് വിചാരിക്കണം. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്നേഹത്തോടെ വിചാരിക്കണം എന്നും നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരു സ്നേഹമുള്ള വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാൻ ഇടയാവും. 2, തമ്മിൽ സമാധാനമായിരിപ്പിൻ. നമ്മൾ എന്ത് ചെയ്യണം? തമ്മിൽ പരസ്പരം നമ്മൾ സമാധാനത്തോടെ ഇരിക്കണം. പിന്നെ സഹോദരന്മാരെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നൊക്കെ പറയാം. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. ക്രമം കെട്ട് ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നവരെ എന്ത് വേണം? അവരെ ബുദ്ധിയിൽ ഉപദേശിക്കണം. അവരെ വഴക്ക് പറയാമെന്നല്ല, ഉപദേശിക്കണം. അവരെ പറഞ്ഞു കൊടുക്കണം, ഇതല്ല ശരി, ഇങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ഉപേക്ഷിക്കണം. എന്നിട്ട് ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. ഇപ്പം ഇതിങ്ങനെ ഇപ്പം യേശുവിന് അത്ഭുതം ചെയ്യുന്നില്ല, ഒരവിശ്വാസമുള്ളൂ, ഉൾക്കരുത്തില്ലാത്തവർ. ഒരു പ്രസംഗം കേട്ടിട്ട് ആരെങ്കിലും പിന്നെ അതിനെതിരെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ മാറിപ്പോകുന്ന സൈസുള്ള ആളുകൾ. ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. അവരോട് പറയണം, യേശു ജീവനോടുണ്ട്, യേശു നിങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് അവരെ ധൈര്യപ്പെടുത്തുക. പിന്നെ ബലഹീനരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ എന്ത് ചെയ്യണം? താങ്ങണം. വീണുപോകാതെ അവരെ താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ക്ഷമിക്കണം. എങ്ങനെയാണ് ക്ഷമിക്കേണ്ടേ? ദീർഘമായി ക്ഷമിക്കണം. ദീർഘക്ഷമയുള്ളവരായി മാറണം. പിന്നെ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഇരിപ്പാൻ നോക്കുവിൻ. തിന്മയ്ക്ക് പകരം എന്താ ചെയ്യരുത്? തിന്മ തന്നെ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. എന്നിട്ട് പറയാം, എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ട് ഇരിപ്പിൻ. എപ്പോഴും സന്തോഷിക്കുന്നവരായി തീരണം. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നീതിയും സമാധാനവും, പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അപ്പം എല്ലായ്പ്പോഴും സന്തോഷിക്കണം. പിന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മളിത് ചെയ്യാതെ എതിരെ നിൽക്കുമ്പം വാസ്തവം നമ്മൾ ആത്മാവിനെ കെടുക്കുന്നവരായി മാറുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പം നമ്മൾ ക്ഷമയുള്ളവരായിത്തീരും. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വായിച്ചാൽ നമുക്കറിയാം ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം. ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുമ്പം ക്ഷമയിലേക്ക് നയിക്കും, സ്നേഹത്തിലേക്ക് നയിക്കും. നമ്മളെപ്പോൾ ക്ഷമിക്കാത്ത തലം നമ്മുടെ ജീവിതത്തിലുണ്ടോ അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുകയാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ വാസ്തവമായി കെടുത്തിക്കളയുകയാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കാതെ വരുമ്പം നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുത്തുകയാണ്. നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുകയാണ്. എല്ലായ്പ്പോഴും നന്മ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ കെടുക്കുകയാണ്. നമ്മൾ ദുഃഖത്തോടെ ഇരുന്നാൽ പരിശുദ്ധാത്മാവിനെ കെടുക്കുകയാണ്. പിന്നെ നമ്മൾ സന്തോഷം വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ മാറുകയാണ്. നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ജ്വലിപ്പിക്കുന്നവരായി തീരുകയാണ്. നമ്മുടെ പ്രാർത്ഥന മുറിയുമ്പോൾ ഒരു കാര്യം ഓർത്തണം, പരിശുദ്ധാത്മാവ് കെടുന്ന അവസ്ഥയാണ്. പിന്നെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പം ആ തീരുമാനം പരിശുദ്ധാത്മാവിൻ്റെ ആണോ എന്ന് ചോദിക്കും. പലരും നമ്മളെ വിളിച്ച് ചോദിക്കും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അത് അങ്ങനെയാണോ? അപ്പം ഞാൻ അന്നേരം അവരോട് പറയും, നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ
നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹമായിക്കോട്ടെ, നിങ്ങളൊരു ജോലി ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ തീരുമാനം എടുക്കുമ്പം നിങ്ങളുടെ ഹൃദയത്തിലൊരു സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിലും. നിങ്ങൾക്ക് പകരം ഒരു വേദനയായി വരുന്നെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന് ദുഃഖം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. പരിശുദ്ധാത്മാവ നമ്മളെ അനിത്യത വരെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനാദ്യം പറഞ്ഞത്, നമ്മുടെ ഇടയിൽ അധ്വാനിച്ചവരെയും കർത്താവിൽ നമ്മളെ ഭരിക്കുകയും വചനം പറയുകയൊക്കെ ചെയ്ത ആളുകളെ എപ്പോഴും വരുന്നൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ അവരെയൊക്കെ കുറ്റം പറയാനും അവർക്കെതിരെയൊക്കെ നിൽക്കാനും പലർക്കും തോന്നും. പക്ഷെ അത് പരിശുദ്ധാത്മാവിനെ കെടുത്തുന്ന, പരിശുദ്ധാത്മാവ് നിർത്തിയ ഒരു വ്യക്തികളെയും, അതിനി ആരായിക്കോട്ടെ, ദൈവവേല ചെയ്യുന്നവർ, ഭജനവുമായി നിൽക്കുന്നവർ, യേശുവിന് നാമം ഉയർത്തുന്നവർ, അവരുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. അവരെ നമ്മൾ ദുഃഖിക്കുമ്പം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. നമ്മൾ വെച്ചിരിക്കുന്ന അധികാരങ്ങളുടെ, മാതാപിതാക്കളായിക്കോട്ടെ, പ്രിയപ്പെട്ടവരായിക്കോട്ടെ, അവരെ നമ്മൾ സ്നേഹിക്കാതെ ഇരിക്കുന്ന അവസ്ഥയിലൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ടായിരിക്കും, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. അതുകൊണ്ട് നീ വചനം കേൾക്കുന്ന നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, എന്നെ നിങ്ങൾ കെടുത്തിക്കളയരുതേ, എന്നെ ജ്വലിപ്പിക്കണം. എന്നെ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തരുത്. പകരം നമുക്ക് സ്നേഹിക്കുന്നവരായി തീരാം, എപ്പോഴും സന്തോഷിക്കുന്നവരായി തീരാം, തമ്മിൽ സമാധാനമുള്ളവരായി തീരാം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്താം, ബലഹീനരെ താങ്ങാം, എല്ലാവരോടും ക്ഷമയല്ല ദീർഘക്ഷമ ഉള്ളവരായി തീരാം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്നെ ഇന്ന് ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതിൻ്റെ മന്ദിരം, ദൈവ മന്ദിരമാണല്ലോ ഞങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ കെടുത്തിക്കളയാതിരിക്കാൻ പ്രാർത്ഥനയിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായി, എപ്പോഴും സന്തോഷിക്കുന്നവരായി, എപ്പോഴും നന്മ ചെയ്യുന്നവരായി, എപ്പോഴും യേശുവിൻ്റെ നാമം ഉയർത്തുന്നവരായി, പ്രബോധിപ്പിക്കുന്നവരായി, ധൈര്യപ്പെടുത്തുന്നവരായി തീർക്കണേ. ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുള്ള ക്ഷമയില്ലാത്ത അവസ്ഥ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നീക്കി ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. യേശുവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരുപകരണം. യേശുവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരുപകരണം. യേശുവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ.